വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ തബ്നയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ വീഡിയോ എന്നുള്ളത്. അത്യാവശ്യം ഒരു 1 മന്ത് ആവാനായിട്ടുണ്ട് നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ബട്ട് ഷോർട്സ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മേലെ കയറി ഇരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടെറസിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ അത് ബ്രൈറ്റ്നസ് കുറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മേലെ കയറി ഇരുന്നപ്പോൾ ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടാണ്. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ അറിയാം. അങ്ങനെ താഴെ റൂമിലെത്തിയിട്ട് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമുക്ക് ഈ ഒരു April 20th എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഇപ്പോൾ സ്റ്റഡി ലീവാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് വോട്ട് വരുന്നുണ്ട്, വിഷു വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാണ്. സോ അതിൻ്റെ കൂടെ സ്റ്റഡി ലീവും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. വിഷുവിൻ്റെ ടൈം ആകുമ്പോൾ എന്തായാലും നമുക്കും ആഘോഷങ്ങളുണ്ടാവുമല്ലോ. സോ അത് കഴിഞ്ഞാൽ നേരെ എക്സാമാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ മെയിൻ കാരണം അത് തന്നെയാണ്. ഒന്ന് പ്രൊഡക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു ഫീലിങ്സ് വരാറുണ്ട്. ഇപ്പോൾ അങ്ങനെ വെക്കേഷൻ മൂഡിലാണ് സത്യം പറഞ്ഞാൽ. സ്റ്റഡി ലീവിൻ്റെ ആ ഒരു ഇതിലല്ല. എനിക്കൊരു വെക്കേഷൻ വൈബാണ്. ഇപ്പോൾ രാവിലെ നേരം എനിക്ക് ഇരുന്നിരിക്കുന്നു, കുറേ നേരം ഫോണിൽ നോക്കുന്നു, കുറേ നേരം കളിച്ച് നടക്കുന്നു, പിന്നെ വൈകുന്നേരം പഠിക്കണമല്ലോ വിചാരിച്ച് ബുക്ക് എടുത്തിരിക്കും. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഈവനിങ് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മുതലെങ്കിലും പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വിഷുവിൻ്റെ ടൈമിൽ ഞാൻ കിടന്ന് നെട്ടോട്ട് ഓടേണ്ടി വരും. സോ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കുറച്ചധികം ഉണ്ട് കേട്ടോ. ഇൻ്റർണൽ എക്സാമിന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ. അപ്പോൾ ബാക്കി ഇനി ഇൻ്റർണൽ എക്സാമിന് പഠിക്കാത്ത പോർഷൻസ് ആദ്യം പഠിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇൻ്റർണൽ എക്സാമിന് പഠിച്ചതൊക്കെ ഒരു ടച്ച് ഉണ്ടല്ലോ. അപ്പോൾ ബാക്കി പഠിക്കാത്തതായിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആക്ച്വലി ഇൻ്റർണലിൽ പഠിച്ചത് ഒരു ഓർമ്മ ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ആ ഒരു മൊഡ്യൂൾ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വലിയ ഓർമ്മയൊന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല, ഒന്നും അറിയാത്ത പോർഷൻസ് ആദ്യം പഠിച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം എല്ലാവർക്കും വെക്കേഷനൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് പോകുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വെക്കേഷൻ സ്റ്റഡി ലീവായിട്ട് മാറി കേട്ടോ. എൻ്റെ April 30 എക്സാം കഴിയാതെ കഴിഞ്ഞ് പിന്നെ വെക്കേഷനല്ല, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും പഠിച്ചു തുടങ്ങാം. അത്യാവശ്യം കുറച്ചുണ്ട് പഠിക്കാൻ. ലാസ്റ്റ് സെമ്മാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, കുറച്ചധികം ഉണ്ട് പഠിക്കാൻ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ സെമ്മിനെ വെച്ച് നോക്കുമ്പോൾ ഈസിയാണ്, പക്ഷേ കുറച്ചധികം ഉണ്ട് എന്നാലും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പഠിച്ചു തുടങ്ങാം. അങ്ങനെ ഒരു 3:30 ആയപ്പോഴാണ് ഞാൻ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 5:30 വരെയൊക്കെ ഞാൻ പഠിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഈവനിങ്ങിലാണ് ഞാൻ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഒരു മോർണിംഗ് ഏർലി പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഹോസ്റ്റലൊക്കെ പോയിട്ട് അത് ഒരുപാട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഈവനിങ് പ്രൊഡക്റ്റീവ് ആളാണ്. ഇപ്പോൾ രാവിലെ ഒട്ടും എണീക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ 5 മണിക്ക് എണീറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാം ആകുമ്പോൾ ആ ഒരു ട്രാക്ക് കയറുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 5 മണിക്ക് എണീറ്റാൽ ഒരു 5:45 പഠിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു രീതിയിൽ പതുക്കെ ട്രാക്ക് കയറി വരുന്നുണ്ട്. പിന്നെ എക്സാമിന് നമുക്കിപ്പോൾ ഒരു 10-15 ദിവസം കിട്ടും. പക്ഷേ ആ ഒരു 10-15 ദിവസം സത്യം പറഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ, എത്ര പോർഷൻസ് ഒരു ദിവസം പഠിക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഹാർഡ് വർക്ക് മാത്രം പോരല്ലോ, സ്മാർട്ട് വർക്കും കൂടി വേണമല്ലോ. സോ സ്മാർട്ട് വർക്കിൻ്റെ ആ ഒരു രീതിയിലായിട്ട് പിന്നെ ഞാൻ അങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചു. അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ വെച്ചാൽ സിൻസിയറായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഞാനൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തു കേട്ടോ. അപ്പോൾ ഒരു പാലേസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. പാലേസുകാരനല്ല, ഐസുകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കിവിടെ ഇങ്ങനെ മറ്റേ MIT മോട്ടറിൽ വരും കേട്ടോ. പെട്ടിയിലൊക്കെ ഐസാക്കിയിട്ട് സ്ഥിരം വരുന്നൊരു കാക്കയാണ്. അപ്പോൾ ആളെടുത്ത് നമ്മൾ പാലേസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ നേരെ പോയത് കോഫി ഉണ്ടാക്കാനാട്ടോ. കോഫീൻ്റെ കളർ എന്താ ഈ കളറെന്ന് ചോദിക്കരുത്. കാരണം നമ്മളിവിടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള കോഫിയാണ്. ഹോം മെയ്ഡ് കോഫി അങ്ങനത്തെ തന്നെ പോലെ നാച്ചുറലായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളവിടത്തു നിന്ന് വാങ്ങിയിട്ടുള്ളതാട്ടോ. എൻ്റെ വീട്ടിലില്ല, എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ ഉണ്ട് കേട്ടോ കോഫി. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കോഫി പൗഡർ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഈവനിങ് കഴിക്കാനായിട്ട് പരിപ്പുവടയും അതേപോലെ തന്നെ കൊക്കവടയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചും കൊണ്ട് ഞാനൊരു ബ്ലോഗ് ഇങ്ങനെ ഇടയ്ക്ക് കാണും. ലാപ്ടോപ്പിൽ ഞാൻ അങ്ങനെ ബ്ലോഗ് കാണാറില്ല. പിന്നെ ഇന്ന് പഠിക്കാനിരുന്നപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഫോൺ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടും ആണ് ഞാൻ ലാപ്പിൽ ബ്ലോഗൊക്കെ കാണാറ്. ലാപ്പിൽ ആക്ച്വലി ഞാൻ പഠിക്കാനും എൻ്റെ വർക്ക് ചെയ്യാനും മാത്രമാണ് ഞാൻ ലാപ്പ് യൂസ് ചെയ്യുക കേട്ടോ. വേറെ അങ്ങനെ ബ്ലോഗൊന്നും കാണാൻ വേണ്ടിയിട്ട് ഞാൻ ലാപ്പ് യൂസ് ചെയ്യാറില്ല. അത് ആദ്യമായിട്ടാണ് തോന്നുന്നത് ഞാൻ ലാപ്പിൽ ബ്ലോഗൊക്കെ കാണുന്നത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലാപ്പിൽ ഫിലിം കാണും കേട്ടോ, മൂവീസ് കാണും. അതും റെയറാണ്. എന്നാലും ബ്ലോഗൊന്നും യൂട്യൂബൊന്നും അങ്ങനെ കാണാറില്ല.
പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് പുറത്ത് കൂടെ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മളവിടെ കോഴിക്കളെയും കണ്ടിട്ട് ഇങ്ങനെ പുറത്ത് കൂടെ, പിന്നെ നല്ല രസമായിരുന്നു. ഈവനിങ്ങും മോർണിംഗും ഭയങ്കര ഇഷ്ടമായിട്ട് ഈ പുറത്ത് കൂടെ നടക്കുന്നത്. അപ്പോൾ കുറേ നേരം അങ്ങനെ നടന്നു. പിന്നെ നമ്മളവിടെ ഇങ്ങനെ മതിൽ പണി, ഗേറ്റ് പണിയൊക്കെ നടക്കുകയാണ് മുറ്റത്ത്. അപ്പോൾ അതിൻ്റേതായ കുറേ ചവറുകളൊക്കെ അവിടെ കാണാം. ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ക്ലീനിങ് പരിപാടി ഉണ്ട്. നാളെ മറ്റന്നാളായിട്ട് അത് നടക്കും കേട്ടോ. സോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതിലൂടെയൊക്കെ നടന്നു. പിന്നെ ഇത് നമ്മളെ തൊട്ടടുത്തുള്ള അംഗനവാടിയാണ് കേട്ടോ. ഇതാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അത് റോഡാണ് ആക്ച്വലി, ഇപ്പോൾ കറക്റ്റ് ശരിയാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ഞാനും എൻ്റെ ബ്രദറിൻ്റെ കുട്ടിയും കൂടിയാണ് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയത്. ആൾക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഷട്ടിൽ കളിക്കാൻ, ബാഡ്മിൻ്റൺ കളിക്കാൻ ആൾക്കാർ വരും കേട്ടോ. അതിൻ്റെ കോർട്ടൊക്കെയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. സോ നമ്മളിങ്ങനെ കുറച്ച് നേരം എന്താ പറയുക, കിളികളുടെ സൗണ്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ നടന്നു കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ഈവനിങ് എൻ്റെ വീട്ടിൽ കൂടെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ വന്ന ഏറ്റവും ഈ ഒരു സംഭവമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 6:10 കേട്ടോ. പിന്നെ നേരെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രഷായിട്ട് പിന്നെ നമ്മൾ നേരെ പോയി പ്രാർത്ഥിച്ചു കേട്ടോ. ഒരു 6:30 ആകുമ്പോൾ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റൊക്കെ ആയപ്പോൾ വീണ്ടും ഇരുന്ന് പഠിക്കാൻ തുടങ്ങി കേട്ടോ. നൈറ്റ് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും പഠിക്കാറില്ല, കാരണം നൈറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ റിവിഷൻ നടത്തും. അതല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റേർണലിൽ പഠിച്ച പോർഷൻസ് ആയിരിക്കും ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ PDF ഇങ്ങനെ നോക്കിയിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഡിന്നറായിട്ടൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരറ്റ് കേട്ടോ. ആക്ച്വലി ഇതായിരുന്നില്ല ഡിന്നർ ഞാൻ ക്യാരറ്റായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് കഴിച്ചു. പിന്നെ വീണ്ടും ഇങ്ങനെ കുറച്ച് നേരം പഠിച്ചുകൊണ്ടിരുന്നു. കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ പഠിക്കാൻ. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തൊക്കെ ടിപ്സ് വേണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും എന്തായാലും പറയണേ. പിന്നെ നൈറ്റ് നല്ല മഴ പെയ്തു കേട്ടോ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു, പിന്നെ പഠിത്തം നിർത്തി. മഴ പെയ്ത് തണുത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, പഠിക്കാൻ അങ്ങനെ മൂഡ് വന്നില്ല. അപ്പോൾ ഞാൻ പഠിത്തം നിർത്തി. പിന്നെ കുറച്ച് നേരം എഡിറ്റിങ്ങിലോട്ട് ഇരുന്നു കേട്ടോ. ഞാൻ രാത്രിയാണ് മിക്കതും എഡിറ്റ് ചെയ്യുക, അതുകൊണ്ട് തന്നെ കിടക്കാൻ കുറച്ച് ലേറ്റാവും. സോ അതിനനുസരിച്ച് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് എഡിറ്റിങ്ങിന് ടൈം കണ്ടുപിടിക്കുക കേട്ടോ. അതിനുശേഷം പിന്നെ ബെഡിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു, മടക്കി വെക്കാനുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. ഇന്ന് പുറത്ത് പോയി വന്നപ്പോൾ ഷവായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്രദർ. അപ്പോൾ ഷവായി മസാല ഷവായ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ കുബൂസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചില്ല. ഞാൻ ചോറും കൂട്ടിയിട്ടാണ് കേട്ടോ ഷവായ കഴിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും കുറച്ച് നേരം എഡിറ്റ് ചെയ്യാനിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ. ബെഡ് സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്. എനിക്ക് എഡിറ്റിങ്ങിനാണ് എപ്പോഴും ടൈം പോകാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബെഡൊക്കെ സെറ്റാക്കി. ഈ ഒരു ബെഡ്ഷീറ്റ് എനിക്ക് ചെറുപ്പം മുതലേ എൻ്റെ കൂടെ ഉണ്ട്. 10ാം ക്ലാസ് മുതലേ ഒരു ബെഡ്ഷീറ്റ് ഉണ്ട് കേട്ടോ. അത്ര ഇഷ്ടമാണ് എനിക്ക് ഈ ബെഡ്ഷീറ്റ്. ഞാൻ 10ാം ക്ലാസ് മുതൽ ആ ബെഡ്ഷീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈവനിങ് ബ്ലോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും